ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എല്ലാവരും നെറാസ് വേൾഡ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു മട്ടൻ വരട്ടാണ്. ഇത് നമ്മൾ നാടൻ രീതിയിൽ നമ്മൾ വീട്ടിൽ വരട്ടുന്നതാണ് കാണിക്കുന്നത്. ചിലവർക്ക് മട്ടൻ്റെ സ്മെല്ല് പറ്റാത്തതുകൊണ്ട് അത് കഴിക്കൂല. അങ്ങനത്തെ മടിയുള്ളവരാണെങ്കിൽ മട്ടന് കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ടേക്കുക, എന്നിട്ട് കഴുകിയെടുക്കുക. ആദ്യം നമുക്കിത് വേണ്ടത് കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് ഉലുവ വേണം, പിന്നെ ചെറിയ ജീരകമാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്, പിന്നെ പട്ടിയും ഗ്രാമ്പും ഏലക്കായും. ഇതൊക്കെ പാടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ചെറിയ ജീരകവും ഉലുവയും അതിൻ്റെ രണ്ടിൻ്റെയും മണം വലിയ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി. ഇതുപോലെ പൊടിച്ചെടുക്കാർക്ക് വേണ്ടത് ഇഞ്ചിയും തക്കാളിയും വലിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകും. ചെറിയ ഉള്ളിയാണ് ഏറ്റവും തോനെ എടുക്കേണ്ടത്. ചെറിയ ഉള്ളി ഇവിടെ കിട്ടാൻ കുറവാണ്, അതാണ് ഞാൻ കുറച്ചെടുത്തിരിക്കുന്നത്. നമ്മളായിട്ട് ചെറിയ ഉള്ളി തോനെ ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തോനെ എടുത്താൽ മതി. ഞാനിത് ചട്ടിയിലാണ് വെക്കുന്നത് അടുപ്പത്ത്, അതുകൊണ്ട് ഇത് കുറച്ച് ടൈം കൂടുതൽ എടുക്കും നമ്മൾ കുക്കറിൽ വെക്കണേക്കാളും. അപ്പോൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ 2 വിസിലടിച്ചിട്ട് പിന്നെ കുറച്ച് വെച്ചിട്ട് പിന്നെ ഒരു വിസിലടുപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിന് വേവ് കൂടുതലും കുറവൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഈ പൊടിച്ചില്ലേ, ആ പൊടിയിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുത്തു. ഇത് കൈ കൊണ്ടല്ലേ നല്ലോണം ഒന്ന് ഇതാക്കി കൊടുക്കാം. ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് അടുപ്പത്തൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ തിളച്ചതിന് ശേഷം പിന്നെ തീ കുറച്ച് വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ ഒഴിച്ചിലേറെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ചതോറും വെള്ളം ഇങ്ങനെ വരും. പിന്നെ ഇതിങ്ങനെ വറ്റി നമ്മളിത് വേവുമ്പോൾ നമുക്ക് പാകമായി കിട്ടും. ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ഇത് കുറേയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത ഉള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളതിൽ വെള്ളമില്ല, അടി പിടിച്ചെന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. തിളച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിൽ വെള്ളം ഉണ്ടാകും. നെയ്യൊക്കെ ഉള്ളതാകുമ്പോൾ അത്യാവശ്യം ഇങ്ങനെ അടി പിടിക്കാതെയൊക്കെ കിട്ടും. നമുക്കിതൊക്കെ വെല്ലുള്ളി അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി അടച്ചു വെക്കുകയാണ് ചെയ്യണം. നമുക്കിതൊന്നും കൂടി അടച്ചു വെച്ചിട്ട് ഫുള്ളായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇനി നമുക്കിത് ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സാക്കി വെക്കാം. ഇത് നമ്മൾ തക്കാളി ഇതൊക്കെ ലാസ്റ്റ് ഇട്ടാൻ കാരണം തക്കാളി നല്ലോണം വേവാതെ എന്നാൽ കുറച്ച് വെന്തിട്ട് ഈ മസാലയൊക്കെ പൊടിച്ച് അങ്ങനെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് കാരം തക്കാളി തിന്നാൻ ഇതിലത്തെ. അപ്പോൾ ഇങ്ങനെ ഇനി ഇളക്കി കൊടുത്തിട്ട് ഇനി ഇത് അടച്ചു വെക്കാം. അടച്ചെക്കണതിൻ്റെ മുന്നേ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലപ്പൊടി ഇല്ലേ, അതിൻ്റെ ബാക്കിയുള്ളതും കൂടി ഇതൊക്കെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അടച്ചേക്കാം. പിന്നെ നമ്മൾ മട്ടന് പാകത്തിന് വേവായതിന് ശേഷം തന്നെ നമ്മൾ തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തില്ല. ഇനി ആ എണ്ണ കടന്നുകാണ്ട് ഇതൊന്ന് നല്ലോണം മൂത്ത് നല്ല ഒരു കളറൊക്കെ മാറി വരും. നല്ല ടേസ്റ്റായിട്ടുണ്ടാകും. അപ്പോൾ നമ്മളെ വരട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ വെച്ച് നോക്കൊണ്ടു. അപ്പോൾ മട്ടനൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഉലുവയും ചെറിയ ജീരകം എന്തായാലും ഇടണം. ഇനി അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവൊന്ന് കുറച്ചിട്ടാലും മതി, എന്നാലും ഇടാതെ ഇരിക്കരുത്. അപ്പോഴൊക്കെ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.